അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മദദ് ഖുർആൻ ക്ലാസ്. മഹദി മറിയം ബീവി റളിയല്ലാഹു അൻഹ ഈസാ നബി അലൈഹിസ്സലാമുടെ പ്രസവിച്ച സംഭവമായിട്ട് ഇരിയ ആയത്ത് മുതൽ ചൊല്ലുകയുണ്ട്. 19 ആയത്ത് ഞങ്ങൾ വിശദീകരിച്ചിട്ട് മഹദി മറിയം ബീവി റളിയല്ലാഹു അൻഹ ആ ബൈത്തുൽ മഖ്ദിസിലെ അവിടെ നിന്നും തെല്ല് ദൂരത്തുള്ള ജാഗയിൽ പോയി ആ മറയുള്ള ജാഗയിൽ കർട്ടൻ ബിരിങ്ങനെ താത്തിയപ്പോ ഒരു മനുഷ്യരുടെ രൂപത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം പ്രത്യക്ഷപ്പെട്ട് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം മറിയം ബീവിയുടെ നെഞ്ഞി ഊതിത്ത് അങ്ങനെ മറിയം ബീവി കറുപ്പും ചെയ്ത് പ്രസവിച്ചതും ഈ കറുപ്പും ചാകും ടൈം പിടിക്കണോ ഇല്ലേ പണ്ഡിതന്മാർ അഭിപ്രായ വ്യത്യാസങ്ങൾ ചൊന്നത്. എന്നാ അത് ചുമ ടൈമൊന്നും പിടിച്ചിട്ടില്ല. അപ്പൊ തന്നെ കറുപ്പും ചായി അപ്പൊ തന്നെ പെത്തത് എന്നായിട്ടിക്കട്. അങ്ങനെ മഹാനായ ഈസാ നബി അലൈഹിസ്സലാം മറിയം ബീവി റളിയല്ലാഹു അൻഹ മഞ്ഞലായിട്ടില്ല, ഒരാളുടെ സ്പർശന ഇല്ലാണ്ട് തന്നെ പെത്തത്. അപ്പൊ എങ്ങനെ അത് ഈസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് ഖുർആൻ ചെന്നത് ഇന്ന മസല ഈസ ഇൻദല്ലാഹി കമസലി ആദം. ഈസാ നബി അലൈഹിസ്സലാമുടെ മിസാൽ എങ്ങനെ കേട്ടെങ്കിൽ അത് ആദം നബി അലൈഹിസ്സലാമുടെ പോലെ ഖലഖഹു മിൻ തുറാബ് സുമ്മ ഖാല ലഹു കുൻ ഫയകൂൻ. ആദം നബി അലൈഹിസ്സലാമുടെ അല്ലാഹു പടച്ചിലെങ്ങനെ മണ്ണിൽ നിന്നും മണ്ണിന്റെ രൂപ ഉണ്ടാക്കി, എന്നിട്ട് അല്ലാഹു തആല മനുഷ്യരുടെ രൂപാവുകനായി അല്ലാഹു തആല വിരിച്ചപ്പോൾ അത് രൂപായതാ നടക്കിടെ ചിരിക്കിടെ പലക്കറയുടെ ഒരു മനുഷ്യത്ത്. അപ്പൊ ആദം നബി അലൈഹിസ്സലാം ബാപ്പുണ്ടോ ഉമ്മയുണ്ടോ പ്രസവിച്ചതോ ഒന്നുമില്ല. എന്നാൽ അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമുടെ അള്ളാഹു ബാപ്പ ഇല്ലാണ്ട് തന്ന് സൃഷ്ടിച്ച മഹദി മറിയം ബീവി റളിയല്ലാഹു അൻഹ ഈസാ നബി അലൈഹിസ്സലാമുടെ പെത്തിട്ടാകുമ്പോ ആൾമാർക്ക് ഇത് കുത്തറ കൊടുക്കണ്ടേ, ആൾമാർ കേക്കല്ലേ. കാരണമെങ്കിൽ മറിയം ബീവിയുടെ ബാപ്പ ഇമ്രാൻ എന്നാല് അങ്ങനെ കൂട്ടത്തില് വലിയ ഹാബിദത്തായിട്ടുണ്ട്, വലിയ മഹാൻ. അതിലെ ഫാമിലി തന്നെ ഇബാദത്തിൽ മൂലികിയ മഹാന്മാരുള്ള ആൾമാരായിട്ട്. അപ്പൊ ഇങ്ങനെ വലിയ സ്ഥാന അക്കൂട്ടത്തിൽ എന്ത്. അപ്പൊ നിങ്ങനെ നിങ്ങളുടെ പക്കൽ നിന്ന് എങ്ങനെ സംഭവിച്ചേ എന്ന് ആൾമാർ കേക്കല്ലേ. അപ്പൊ ആ സംഭവമായിട്ട് മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ പ്രത്യക്ഷപ്പെട്ടപ്പോ അവിടെ ഉണ്ടായ സംഭവം. അപ്പൊ നാന് റസൂല് അള്ളാഹുന്റെ കടത്തിലെ എന്തെങ്കിലും കേട്ടപ്പോ നിങ്ങൾക്കൊരു കിടാവുടെ തറകുബേനായി. അതാ 19 ആയത്ത്. ഇനി 20 ആയത്ത് നോക്കുന്നു. ഖാലത് അന്നാ യകൂനു ലി ഗുലാമൻ. മഹാദിക്കടുത്ത് നക്ക് എങ്ങനെ മക്കളുണ്ടാവുള്ളൂ. വലം യംസസ്നി ബഷറുൻ. നക്ക് നിക്കാഹായിട്ടില്ല, നക്ക് മങ്ങലായിട്ടില്ല, എൻ്റെ ഒരാണ് സ്പർശിച്ചിട്ടില്ല. വലം അക്കു ബഗിയ. ഒരു വേണ്ടാത്ത പണി നാ ചെയ്തിട്ടുമില്ല, അങ്ങനെ ചെയ്തവരും അല്ല. ഖാല ജിബ്രീൽ അലൈഹിസ്സലാം ചെന്ന് കദാലിക്. ആ തീരുമാനം ഇങ്ങനെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല നിങ്ങളിൽ നിന്നും ഒരാണ് ഇല്ലാണ്ട് തന്നെ നിങ്ങളിൽ നിന്ന് ഒരു കിടാവിടെ ഉണ്ടാക്കണേ എന്നുള്ളത് അള്ളാഹുടെ തീരുമാനം. ഖാല റബ്ബുകി ഹുവ അലയ്യ ഹയ്യുൻ. നിങ്ങളെ റബ്ബ് ചെന്നത് അള്ളാഹു അത് കഷ്ടമൊന്നുമല്ല. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം ഊതിട്ടാകുമ്പോ അതാ അയിമ കറുപ്പും ചെയ്ത് പെത്തത്ത്. വലി നജാലഹു ആയത്തൻ ലിന്നാസ്. മാത്രമല്ല ഇത് ജനങ്ങൾക്കുറ ദൃഷ്ടാന്തായിട്ടിക്കട്. എന്നല്ലേ അള്ളാഹുടെ കുദ്റത്തിലെ മേലും അള്ളാഹുടെ കുദ്റത്ത് അല്ലെ, ഒരു ബാപ്പ ഇല്ലാണ്ട് തന്നെ ഒരു കിടാവിടെ സൃഷ്ടിച്ചെന്നുള്ളത്. റഹ്മത്തും മിന്ന. ഈസാ നബി അലൈഹിസ്സലാമിനെ കൊണ്ട് വിശ്വസിച്ച ആളുമാർക്ക് ഒരു റഹ്മത്തും കൂടി ഏറ്റിക്കട് അല്ലെ, അംഗീകരിക്കലക്ക് റഹ്മത്തായിട്ട്. വകാന അംറൻ മഖ്ദിയ. അത് അള്ളാഹുടെ കൽപ്പനയിൽ അത് തീർമാനിക്കപ്പെട്ട കാര്യമായിട്ടിക്കട്, അത് ഉണ്ടാവുക തന്നെ ചെയ്യും. ജിബ്രീൽ അലൈഹിസ്സലാം അയിമടെ നെഞ്ഞ് ഊതിത്ത് അയിമ കർബൻ ചെയ്ത് അത് ഫഹമലത്ഹു. മറിയം ബീവി കർബൻ ചെയ്ത് ഫന്തബദത് ബിഹി മകാനൻ ഖസിയ. അയിമെന്തായിട്ട് ഈ ഇങ്ങനെ കൂട്ടത്തിൽ നിന്നും ദൂരത്തെ ജാഗയെ പോയിട്ട് ഫഅജാഅഹൽ മഖാദു. അപ്പൊ ഇമക്ക് പ്രസവ വേദന ഇമ്മടെ വിളിച്ചോണ്ട് വന്നു. ഇങ്ങനെ നിന്നത്തിൽ അകന്ന് പോയിട്ട് ഇമ ദൂരം പോയിട്ട്, കാരണം പിറന്നല്ലേ. അപ്പോ ഇമ പ്രസവ നമ്പർ വന്നിട്ടാകുമ്പോ അയിമ അതാ ആ പ്രസവ നമ്പർ അയിമടെ വിളിച്ചോണ്ട് വന്നില്ല. ജിദ്ഇൻ നഖലത്തി എന്നെങ്കിൽ ഈത്ത പോലത്തെ മരത്തെ മുട്ടാൻ എന്നവരവിടെ ഈത്ത പോലത്തെ മരത്തെ പിടിച്ചു നിൽക്കേണ്ടത്.
ಪ್ರಸವನಂ ಬಲ ತೊಡಗಿಟ್ಟಾകുമ്പോൾ ಈತ ಫಲത്തെ ಮರത്തെ ಮುಟ್ಟ ಬಂತು ಅದಾದರೆ പിടിക്കോಬೇനായി അങ്ങനെ ಆದರೆ അതായിട്ട് ഫഅജ അഹൽ മഖാദു ഇലാ ജിദ് നഖലത്തി ഈത്ത ഫലത്തെ തടിയുടെ പിടിക്കോಬೇനായി അങ്ങനെ അതിൽ പിടിച്ച് നിൽക്കോಬೇനായി ಬಂತು ഈത്ത ഫലത്തെ മറാണെങ്കിലോ അത് വടങ്ങി പിടിച്ചിട്ട് അതിമ പിടിച്ചിട്ടാകുമ്പോൾ അത് പച്ച പിടിച്ചിട്ടും അതിലപ്പം തന്നെ ഈത്ത ഫലം ഉണ്ടായിട്ടൊക്കെ വിശദീകരിച്ചതായിട്ടും കാണാം. അങ്ങനെ ബൈത്തുൽ മുഖദ്ദസ് ಬಂತು അവിടെയുള്ള പാറക്കല്ലുണ്ട്, ആ പാറക്കല്ലിൽ മേലെ വെച്ചിട്ട് അപ്പൊ ആ പാറക്കല്ല് എന്തായിട്ട് തൊട്ടിൽ പോലെ ആയിട്ട് അമ്പ്യാക്കന്മാർക്ക് അങ്ങനെ അമ്പ്യാക്കന്മാർക്ക് ഈ പാറക്കല്ലെല്ലാം ഞങ്ങൾക്ക് കിടക്കൽ പത്തിട്ട് നിന്റെ പോലെ കിടക്കൽ തെച്ച പോലെ കിടക്കൽ ചവിട്ടിങ്ങി അങ്ങനെ അതുപോലെ എനിക്ക് സ്മൂത്ത് ആവുന്നത് അങ്ങനെ പാറക്കല്ല് എന്തായിട്ട് തൊട്ടിൽ പോലെ താന്ന് പോയിട്ട് തൊട്ടിൽ പോലെ ആയിട്ട് താന്നിട്ടല്ലോ കാലത്ത് ಐಮ ಚಂತ ಯಾ ಲೈತನಿ ಮುತ್ತು ಕಬಲ ಹಾದ ಇದಕ್ಕೆ ಮುನ್ನಲ್ ತಂದೆ ನಾನು ಮರ್ಚಿ പോയിಡೆങ്കിൽ വകുന്തു നസിയം മൻസിയ ನಾನು മറക്കപ്പെട്ടു ഉപേക്ഷിക്കപ്പെട്ട വസ്തു എൻ്റെ ആരും ಗೊತ್ತಿಲ್ಲ ಪರಿಚಯ ಇಲ್ಲ എൻ്റെ ആരും ചൊല്ലില്ല അങ്ങനത്തെ ഒരു ഇതാവന്ತೆ എന്ന് മഹദി മറിയം ബീവി റളിയല്ലാഹു അൻഹ ചൊന്നു. അതായിട്ട് ഈ ആയത്തിൽ ചൊന്നത് മറിയം ബീവി റളിയല്ലാഹുവിന്റെ കറാമത്ത് അങ്ങ് മുന്നലെ കണ്ടത് അങ്ങ് മുന്നലെ ചൊന്നല്ല പാടത്തില് ഏത് ഫലവസ്തു ഫ്രൂട്ട്സ് ഐറ്റമുകളെല്ലാം ആ ടൈമിൽ ആവാത്തത് അതിന്റെ സീസൺ അല്ലാത്തപ്പത്തതെല്ലാം അവിടെ കണ്ടുകൊണ്ടിരുന്നത്. അപ്പൊ മറിയം ബീവിയുടെ സ്ഥാനം അങ്ങ് മനസ്സിലാക്കിയത് അങ്ങ് ഗൊന്തിന്ത്. അപ്പൊ ഇത് കണ്ടിട്ടാവുമ്പോ ചില ആൾമാർക്ക് എന്താവും ഇത് എങ്ങനെ എനിക്ക് കിടാവുണ്ടായിട്ട് അപ്പൊ ഉത്തരം ചൊല്ലണ്ടേ. അപ്പൊ മറിയം ബീവി റളിയല്ലാഹു അതുകൊണ്ടാ പേടിച്ചിട്ട് മറിയം ബീവി റളിയല്ലാഹു ചെന്ന് ഞാൻ ഈക്ക് മുന്നലേ മരിച്ചു പോയിരുന്നെങ്കിൽ ನನ್ನ പിന്നെ ആർക്കും വിഷയം ഗൊന്തിക്കലಂತ ആരും ചൊല്ലുകില്ലಂತ ആരും എന്ത് കേൾക്കുകില്ലಂತ എന്ന് മറിയം ബീവി റളിയല്ലാഹു അൻഹ അവിടെ എന്തായിട്ട് വിചാരിച്ചിട്ട് അത് അങ്ങനെ ചൊല്ലാനുള്ള കാരണം എന്താ വെച്ചെങ്കിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല മറിയം ബീവിൽ ഉണ്ടാക്കിയ ഈ കുദറത്ത് അത് മറിയം ബീവി റളിയല്ലാഹു അൻഹ ഗൊന്തുള്ള തന്നെ. പക്ഷെ ആൾമാർ എന്തല്ല ചെന്നിട്ട് ആൾമാർ ബെടക്കാവും പണ്ടില്ല. ഇപ്പൊ ചൊന്നത് കൊണ്ട് ആൾമാർ അങ്ങ് തെറ്റായി പോണ്ടേ അങ്ങ് തപ്പുകാരായി പോണ്ടേ അങ്ങനെ അറകത്ത് പോണ കാരണം അവിടെ മഹാനായ ഈസാ നബി അലൈഹി സ്വലാം ചൊല്ലത് അള്ളാഹുടെ നബിമാരിൽപ്പെട്ട നബിയല്ലേ. മറിയം ബീവി എന്നുള്ളത് അള്ളാഹു വലിയ കറാമത്ത് കൊടുത്ത മഹദിയല്ലേ. അപ്പൊ ഈമടെ സംബന്ധിച്ച് ആൾമാർ എന്തെല്ലാം ചൊല്ലുമ്പോ ആൾമാരല്ലേ ബെടക്കായി പോണ്ടേ അങ്ങല്ലേ നരകത്ത് പോണ കാരണം അവിടെ. അല്ലാണ്ട് മറിയം ബീവി റളിയല്ലാഹു അൻഹക്ക് ഇത് ഇഷ്ടമില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഇതിൽ തൃപ്തി ഇല്ലാത്തത് കൊണ്ടോ അല്ല. പക്ഷെ ഈ കാരണം കൊണ്ട് ആൾമാർ ബെടക്കായി പോകുമ്പോ അങ്ക് ബേജാറായി പോണ്ട്. ആൾമാർ ബെടക്കവിടെ എങ്ങനെ ഇതുപോലത്തെ ഗീബത്തുകളും വേണ്ടാത്തതും ചൊല്ലുമ്പോ മറിയം ബീവിയുടെ മേലെ ആരോപണം ചൊല്ലുമ്പോ അപ്പൊ ആൾമാർ ബെടക്കായി പോണ്ടില്ലേ. അപ്പൊ ഈസാ നബി അലൈഹിസ്സലാമുടെ ജനന ചൊല്ലത് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല അത് ബാപ്പ ഇല്ലാണ്ട് തന്നെ ഈസാ നബി അലൈഹിസ്സലാമുടെ അല്ലാഹു തആല പടച്ചാണ്. അപ്പൊ ഈസാ നബി അലൈഹിസ്സലാമുടെ ആ ജനനത്തെ സംബന്ധിച്ചായിട്ട് ചെന്ന് ഇനി അതിന്റെ ബാക്കി ഇൻഷാ അല്ലാഹ് 24ാമത്തെ ആയത്തിലപ്പുറം നമുക്ക് അത് വിവരിക്കാം. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമോട് വിളിച്ചു ചൊല്ലത്. അപ്പൊ ഞങ്ങൾ ഈ ഓതിയ ആയത്ത് അതായത് ഇപ്പൊ വിശദീകരിച്ച ആയത്ത് അതൊന്ന് നമുക്ക് ഓതാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാലത് അന്നാ യകൂനു ലീ ഗുലാമു വലം യംസസ്നി ബശറുൻ വലം അകു ബഗിയ്യാ قال كذلك قال ربك هو علي هين ولنجعله آية للناس ورحمة منا وكان أمرا مقضيا فحملته فانتبذت به مكانا قصيا فأجاءها المخاض إلى جذع النخلة قالت يا ليتني مت قبل هذا وكنت نسيا منسيا صدق الله العلي العظيم. ಇದರ വിശദീകരണങ്ങളായിട്ട് ഞങ്ങൾ വിവരിച്ചത്. കാതോർത്ത് എല്ലാവർക്കും അല്ലാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക.
അള്ളാഹു എല്ലാവർക്കും ഖൈറും ബറക്കത്തും ആഫിയത്തും ഈമാനും തഖ്വയും നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ദുആ വസിയ്യത്തോടു കൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.